പെണ്ണു കുളിക്കുന്ന കടവിൽ വരാൻ പാടില്ല തെരിയാത് മൂപ്പനോട് ചൊല്ലിയ ഉസിര് പോവും തെരിയുമോ വെക്കം കെട്ടവൻ ഉനക്ക് കുറച്ചു നാളെ തിമിരേറി വരുന്നു. ഏയ് മരുതാ, നീ കെട്ടാൻ പുറപ്പുണ്ട് താനേ, അവളോട് இந்த மாதிரி சொல்லலாமா? இந்த மூஞ்சியா அப்படி ஒரு மோகம் உனக்கு இருந்தா அது நடக்கிല്ല. சாருல்லி എന്താ എല്ലാരും കൂടെ? പൊങ്കൽ വന്നു, തിരുവിഴാവുക്ക് പൈസ കുറവാ. ഇരിക്കറത വെച്ച് இந்த வாட்டி பொங்கல் கொண்டாடலாம். ஆமா பொன்னி, என்னப்பா நேரம் சத்தாச்சில்ல, விரவு கொண்டு வர வேணா? இத போய் வரப்பா. அல்லிய கூட கூட்டிக்கோ. வேண்டாம், நான் கூட போறேன். வேண்டானே வேண்டாம். நில்லு. இதுக்கு என்ன பொன்னி, உண்மையில நான் எத்தனை ஆசை வச்சிருக்கேன்? உங்ககிட்ட யாரு சொன்ன ஆசை வைக்கேன்? உன்னை நான் அந்த பக்கம் கடத்தி தரேன். ഇപ്പൊ നീ പോ, എപ്പോഴും ഞാനല്ലേ നിന്നെ കെട്ടാൻ പോണത്. പൊങ്കൽ വരട്ടും, അന്നേക്ക് നീ இந்த മരുന്നിനൊക്കെ സ്വന്തമാവും. തൂത്തുക്കുടികൾ ലോഡ് പോയോ? അത് ഇന്നലെ രാത്രി തന്നെ പോയി സാർ. കോഴിക്കോട്ടേക്കുള്ള തടിയുടെ നമ്പറെല്ലാം നോട്ട് ചെയ്ത് റിപ്പോർട്ടിന്റെ ഇന്ന് രാത്രി തന്നെ ഏൽപ്പിക്കണം. ആഹാ, ഇതാരും പൊന്നിയോ? ഇന്നെന്താ പൊന്നി ചോറുമായിട്ട് ഗ്രേസിയോടെ പോയി? அக்காக்கு அங்க ஜோலி இருக்கு, இது கொடுத்துட்டு வர சொன்ன. ശരി. நீ சாப்பிட்டியா?
அப்பவே உங்க வீட்டுல சாப்பிட்டேன். மூப்பன் சௌக்கியமா? அப்பா நல்லா இருக்கு. தான் போய்க்கோ. சரி சார். ஒண்ணும் இல்ல. இந்த குடத்துல என்ன தேனா? ஆமா, உங்களுக்கு தேன் அண்ணிக்கிட்ட கொடுத்துருக்கு. நான் போறேன். ഞാൻ താമസിച്ച ഒരു നന്ദിക്കെട്ട് ചൊല്ലിട്. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടേക്കോളാം. അനുരാഗിലേ മാമല തോറും താഴ്വര തോറും താരിടും ചാരുടെ അണയുകനോമലേ അനുരാഗിലേ മാമല തോറും താഴ്വര തോറും താരിടും ചാരുടെ അണയുകനോമലേ അനുരാഗിലേ. നീല പൂവിരിക്കും നിന്നച്ചയിൽ കരളി വിരിയും മഴവിൽ അണികൾ കാണു ഞാൻ. കാടുനീല പൂവിരിക്കും നിന്നച്ചയിൽ കരളി വിരിയും മഴവിൽ അണികൾ കാണു ഞാൻ. ഏകാന്തമാ വനവീതിയിൽ മാൻപേട പോൽ നീ നിൽക്കവേ ഒരു സ്വപ്നമെന്റെ ജീവനിൽ വർണ്ണകലികകൾ വാരി അണിയവേ. ഓമലേ അനുരാഗിലേ മാമല തോറും താഴ്വര തോറും താരിടും ചാരുരേ അണയുകനോമലേ അനുരാഗിലേ.
ഹൃദയ തളിരിലെനിക്കു പകർന്നു നീതരൂ നിന്റെ ചുണ്ടിൻ പൂവിലൂറും തേൻതുള്ളികൾ ഹൃദയ തളിരിലെനിക്കു പകർന്നു നീതരൂ രാഗാർദ്രമാ മൃദുഭംഗിയിൽ നിൻ കണ്ണുകൾ കതിർ പെയ്യവേ ഒരു മോഹമെന്നിലാദ്യമായി രാഗമധുരിമയേകി വിടരവേ ഓമല്ലേ അനുരാഗിലേ മാമല തോറും താഴ്വര തോറും താരിടും ചാരുവേ അണയുകനോമലേ അനുരാഗിലേ ലാ 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 ലാ. என்ன பொண்ணு நீ சொல்ற? நம்ம ஊராகாரெல்லாம் உனக்கு தெரியல. அவரு நல்லவரല്ലേ? எவ்வளவு நல்லவராയാലും நம்ம ஊர் அவரை ஏத்துக்காது. வேണ്ട பொண்ணு, இந்த வம்பு நமக்கு வேண்டாம். இது மூப்பருக்கு தெரிஞ்சா அப்பாவுக்கு தெரியாத நீதான் மூக்கணும். இனி நீ இதை ஆவர்த்திக்கிறது. மேலும் இந்த மாதிரி சொல்லக்கூடாது. സാർ സാർ സ്വാമി സ്വാമി ആരാണെന്ന് നോക്കി எத்தமா இல்லைங்களா? ആരാ പിള്ളേ എന്താ എല്ലാരും കൂടെ நம்ம ஊர்ல தைப்பொங்கல் ஆഘോஷமா கண்டிப்பா எசமா இந்த வாட்டியும் வரணும். வாங்க. பொன்னி, வரும் வெள்ளிக்கிழமை தைப்பொங்கல அன்னைக்கு நான் உன்னை சொந்தமாக்கும். கவலைப்படாத பொன்னி, நீ பயப்படும் போல ஒண்ணு நடக்காது. அல்ல அல்லி, அவ சொன்னா சொன்னது போல செய்யும். நான் இருக்குல்ல, வெள்ளிக்கிழமை வரட்டும், அப்ப பாக்கலாம்.
குடா பாண்டி குடு. போன காரியம் என்னாச்சு? மருதன் அல்லிய கல்யாணம் കഴിക്കാൻ സമ്മതം അറിയിച്ചാച്ചാ? இல்ல. ஏன்? அல்லிய கல்யாணம் செய்ய முடியாதுன்னு. ஏன் முடியாது? எனக்கு அல்லிய இஷ்டம் இல்ல. ஏன் இஷ்டம் இல்ல? எனக்கு வேறொரு பொண்ணை தான் இஷ்டம். அந்த பொண்ணுக்கு உன்னை இஷ்டமா? ஆமா. ஏது அந்த பொண்ணு? என்ன மன்னிக்கணும். உங்க பொண்ணு பொன்னியத்தான் கல்யாணம் കഴിக்க எனக்கு இஷ்டம். எனக்கும் சம்மதம். എന്ത് പറ്റി പറ്റി? എന്നെ മരുതനുക്ക് കല്യാണം പണി കൊടുക്കുന്നതുക്ക് അപ്പ മുടിവ് ചെയ്തു. ഇല്ല പറ്റി, അങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് നിന്നെയും കൊണ്ട് ഞാൻ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടും. ഇല്ലെങ്കിൽ இந்த കാട്ടിൽ നിന്ന് തപ്പിക്കുന്നതുക്ക് നമ്മളാലെ മുടിയാതെ. കഴിയും. കഴിഞ്ഞില്ലെങ്കിൽ ആ ചെന്നായ്ക്കുള്ളിൽ ചാടി നമ്മൾ രണ്ടുപേരും മരിക്കും. സത്യം. எந்த மாதிரி இது? என் பொண்ணை கைய பிடிச்சவரை நான் வருத விட மாட்டேன். தெரியாத ஆளு விட்டுடப்பா. உன்னை என்ன பண்றேன் பாரு. രാജേഷ്, ഈ കാട്ടുജാതിക്കരെ തിരുത്താൻ ഒരിക്കലും കഴിയില്ല. ഇവരോട് ഇടപഴകുന്നത് വളരെ സൂക്ഷിച്ചു. நம்ம ஆசாரத்துக்கும் குலதெய்வம் மல்லீஸ்வரனுக்கும் அவமானம் செஞ்சுட்டு வந்திருக்கியா? நீ இந்த மாதிரி தப்பு செய்தா உன்னை கொன்னே போட்டுடுவேன். என் பொண்ணானதுனால உன்னை உயிரோட விடுறேன். போடி குடிக்கு. ரொம்ப வலிக்குதா? ഏയ്, അങ്ങനെയൊന്നുമില്ല. உங்களுக்கு ஏதாவது ஒண்ணு ஆச்சுன்னா நான் உயிரோட இருக்க மாட்டேன். അവൻ ഒരു മൊരടൻ. എനിക്കൊന്നും പറ്റില്ല. പക്ഷേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ സൂക്ഷിക്കണം പറ്റി. தை மாசம் அவசானத்தை வெள்ளிக்கிழமை உனக்கும் பொன்னிக்கும் கல்யாணம். என்ன? ശരി മൂപ്പ, ഉങ്ക ഇഷ്ടം. എന്താ പൊന്നി? എന്താ കാര്യമെന്ന് പറയൂ. ഏൻ കല്യാണം അപ്പ മുടിവ് ചെയ്തു. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല പൊന്നി. എനിക്ക് ரொம்ப பயமா இருக்குங்க. പേടിക്കണ്ട പൊന്നി, നിനക്ക് ഞാനുണ്ട്. ഏൻ അപ്പ മുടിവ് ചെയ്ത അത് ആരാലും മാറ്റ முடியாது. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും.
ആചാരങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ? എനിക്കറിയില്ല സാർ. നീ അറിയണമായിരുന്നു. ഒരിക്കലും തിരുത്തപ്പെടാനാവാത്ത ആചാരങ്ങളെയാണ് നിനക്ക് നേരിടേണ്ടത്. ഇല്ലണ്ണേ, അവരില്ലാമ എനിക്ക് വാഴ മുടിയത്. പൊന്നി, എന്ത് വിഡിത്തമാണ് പറയുന്നത്? നീ ചെയ്യുന്നത് നിന്റെ വർഗക്കാർക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. അത്രയും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാർ. ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നീ ചെയ്യുന്ന ഈ കുറ്റത്തിന് അവർ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? മല്ലീശ്വരന് ബലി കൊടുക്കുന്നു എന്ന വ്യാജേന ആ പെൺകുട്ടിയെ നിർദ്ദയം വെട്ടിമുറിക്കുക എന്നുള്ളതാണ്. അവർക്കാകെ മരിക്കാൻ എനിക്കിഷ്ടമാണ്. അറിഞ്ഞുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നതല്ല സ്നേഹം. അതെനിക്കറിയാം സാർ. എന്തറിയാമെന്ന്? സ്നേഹത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? ചെറുപ്പത്തിന്റെ ആവേശത്തിൽ ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. നിനക്കറിയാം, ഇന്നും ഞാൻ ഈ കാട്ടിൽ ജീവിക്കുന്നത് എന്റെ ആത്മാവിവിടെ ഉള്ളതുകൊണ്ടാണ്. നീലി, 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 നീലി. അതായിരുന്നു അവളുടെ പേര്. വർഷങ്ങൾക്ക് മുമ്പ്. അവിടെയായിരുന്നു തുടക്കം. നാളുകൾ കഴിയും തോറും അവൾ എന്റെ ജീവനായി മാറുകയായിരുന്നു. പവിത്രമായ ഞങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ കഥകൾ അറിയാത്ത ഒറ്റ ഓളങ്ങൾ അന്ന് ഈ കാട്ടാറിലുണ്ടായിരുന്നില്ല. ഊണിലും ഉറക്കത്തിലും രാത്രിയിലും പകലിലും ഞാൻ എന്റെ നീലിയെക്കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടുകയായിരുന്നു. ഒരു കൊച്ചു വീട്, അതിലെന്റെ നീലി, എന്റെ ഭാവി ജീവിതത്തിന്റെ സങ്കല്പ മന്ദിരം, എല്ലാം ഞാൻ മെനഞ്ഞെടുക്കുകയായിരുന്നു. അന്നെന്നെ പറഞ്ഞു തിരുത്താൻ എനിക്ക് ആരുമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അന്നെനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. നീലി എന്താ ഒന്നും മിണ്ടാത്തത്? പിന്നെ எங்க ஊர்லயே விஷயம்
விஷயம் தெரிஞ்சா வெட்டி சென்னாய்க்குழியில போட்டுடும். எங்க ஊரு சட்டப்படி தப்பு செய்தவர்க்கெல்லாம் சிற்ற இந்த சென்னாய்க்குழிதான். നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിലി, സത്യം. ഇത് ഞാൻ എന്റെ നീലിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ്. മുതലാളി, ആ ഫോറസ്റ്റ് ഓഫീസർ ജയൻ വന്നതിന് ശേഷം കാര്യങ്ങളൊന്നും ശരിക്കും നടക്കുന്നില്ല. ഭയന്ന ആനക്കൊമ്പും കഞ്ചാവും കടത്തുന്നത്. അവനെ കൊണ്ട് ഈ ശേഖരനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്താൽ മതി. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. വയ്ക്കോ. അഴകി, അഴകി. எழுந்திரம்மா. நம்ம ஊரு வழக்கம்படி வயசுக்கு வந்த அழகிய ഇന്ന് തൊട്ട് 7 നാളേക്ക് നമ്മ പള്ളിപ്പരയ്ക്ക് മാറ്റി താമസിപ്പിക്കാൻ ഞാൻ சொல்றேன். இந்த 7 നാളേക്ക് யாரும் തന്നെ அந்த பக்கம் போக கூடாது. இது ஊரு கட்டடம். 6 നാള് കഴിഞ്ഞാச்சு நாளைக்கு அழகிய பள்ளிப்புறையில் இருந்து ஊருக்கு திருப்பி கொண்டு வரும். அப்புறம் தம்பரா വഴക്കം പോലെ இல்லைன்னா நான் வீட்டுக்கிட்ட சொல்லுவேன். ஓடி வயசுக்கு வந்த இந்த பொண்ணை கையை பிடிச்ச குற்றத்தின இந்த காட்டின் ஊராஜாடப்படி இந்த சின்னனுக்கு தலை மொட்டையடிச்சு 101 ചാട്ടവാറടിയും 2 നാൾ இந்த ஊரில் ஏறக்கூடாதுன்னு இந்த ஊரு கூட்ட முடிவு. അവരെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. അവൻ വഴിക്ക് വരുമെന്ന് വിചാരിച്ചു. ഇല്ല, ഇനിയാണ് അവൻ ശേഖരനെ ശരിക്കും അറിയാൻ പോണത്. അവരെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഏതാണ് ആ പെണ്ണ്? നീലി. നീലി.
എന്താ നീലി? சேகரன் நம்பர் என்ன பிடிக்க வந்தாச்சு சாமி. அவரு ரொம்ப சீத்த ஆளு. என்ன காப்பாத்துங்க சாமி. அது சரி. നീലി വരൂ, ഞാൻ കൂടെ കൊണ്ടാക്കാം. സാർ, നേരെ ഒരുപാട് വൈകി. ഇനി ആ സമയത്ത് പോകണ്ട. ഞാൻ കൂടെ ഉള്ളപ്പോ അവൻ ഇവിടെ കയറി പിടിക്കുകയോ? അതല്ല സാർ, സന്ധ്യ കഴിഞ്ഞാൽ പോകുന്ന വഴിക്കൊക്കെ ആന ഇറങ്ങാറുള്ളതാ. നീലിയെ നാളെ വിട്ടാ പോരെ? எனக்கு பயமா இருக்கு சாமி. ശരിയാണ്, നീലി നാളെ രാവിലെ പോയാ മതി. പിള്ളേ, പിള്ളേ, എന്തോ? നീലിക്ക് കിടക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കും. നീ വല്ലതും കഴിച്ചു? കഴിക്കും. ഇത് വിഷമൊന്നുമല്ല, ഞങ്ങളുടെ ആഹാരം ഇതൊക്കെയാണ്. കഴിക്കൂ. எங்கடி போயிட்டு வர? கேக்குறேன்ல, ஏன் பேசாம நிக்கிற? நேத்து ராத்திரி நீ எங்க இருந்த? சொல்லுடி. அம்மா, நான் கோவில இருந்து வரும்போ சேகரன் நம்பர் என்ன பிடிக்க ஓடிச்சு. போய் சுத்தா போய். நேத்து சேகரன் நம்பர் இந்த காட்டுல இல்ல. இல்லம்மா இல்ல, இவன் போய் சொல்ற. நீ ஒண்ணும் சொல்ல வேண்டாம். எத்தனை வாட்டி நான் சொல்லி இருக்கேன், காடு நசுக்கணும் ஒண்ணு செய்யாதேன்னு. அம்மா நான் ஒரு பெண்ணின் கையை பிடிச்சதுன்னு எனக்கு என்ன தண்டனை கொடுத்தன்னு இந்த ஊருக்கு அறியும். இப்போ வயசுக்கு வந்த பொண்ணு ஊருக்கு ஆரம் அறியாத ஒருத்தனை கூட ஒரு ராத்திரி பூரா படுத்துட்டு வந்திருக்கா. இல்ல இல்ல மூப்பா. நேத்து இவள எங்க இருந்தது கேளு மூப்பா. നേരത്തെ നീ എങ്ക ഇരുന്നേ? ഒരു രാത്രി മുഴുവൻ ഒരുത്തന്റെ കൂടെ പടുത്ത നീ കെട്ടു പോകാമ? இல்ல, நான் கெட்டு போகல, நான் கெட்டு போகல. ஆமா, இவ கெட்டு போன பொண்ணுதான். എനിക്കൊരു ന്യായം ഇവൾക്കൊരു ന്യായം ഇരിക്കാൻ പാടില്ല. ഈ കെട്ടുപോയ പെണ്ണിന് என்ன தண்டனை கொடுக்கணும்னு மூப்பனே முடியும். ഊരിക്കാരൻ അറിയാത്ത ഒരുത്തന്റെ കൂടെ ഒരു രാത്രി പടുത്തു വന്ന இந்த പൊണ്ണിന്റെ വലത് കൈ വെട്ടി 4 വാരം சாப்பாடு போடாம പള്ളിപ്പരയിൽ കൊണ്ടുപോടാൻ இந்த ஊர் கூட்டம் முடிவில். എന്താടോ? ആ പെണ്ണ് പിന്നെയും വന്നിരിക്കുന്നു. എന്താ നീ? എന്നെ
காப்பாத்துங்க சாமி. എന്ത് പറ്റി നീലു? சாமி, അത് ശരി. നീല ഒരു കാര്യം ചെയ്യും, ഇനി ഇവിടെ തന്നെ താമസിച്ചാൽ മതി. നിനക്കൊരാപത്തും വരില്ല. அவள் அவடே உண்டோ? சின்ன உங்க ஊரில் இருக்க வேண்டிய பெண்ணு ரேஞ்சர் வீட்டில் இருக்குது. இது உங்க ஊருக்கு மட்டுமில்லை, ഈ കാട്ടിക്ക് അവമാനം. നിന്നെ അപമാനിച്ച ആ പെണ്ണിനെ വെറുതെ വിടാമോ? ഇനിയാണടാ ശേഖർ കളി തുടങ്ങുന്നു. എന്താ കാര്യം? அதை கேட்க நீ யார்? കാര്യം പറയടോ. നീലിയെ കൂട്ടിക്കൊണ്ടുപോക വന്നിരിക്ക്. നടക്കില്ല. இப்பன்னு உத்தரவா? എവന്റെ ഉത്തരവാണെങ്കിലും നടക്കില്ല. இது എങ്ക ഒരു ആചാരം? ഇത് എന്റെയും ആചാരമാണ്. നിങ്ങൾ ഊരിൽ നിന്ന് തള്ളിവെച്ച പെണ്ണിനെയാണ് ഞാൻ സംരക്ഷിച്ചത്. ഇത് சொல்லவனுக்கு உரிமை இல்ல. ഉരിമ ഇരിക്ക്. ഇവളെ ഞാൻ കെട്ടാൻ പോവാ. பாத்தியா பாத்தியா, நான் அப்பவே சொன்னேன்ல. யாராவது கேட்டீங்களா? அப்பவே சொன்னேன்ல. வாடி இங்க, പിടിച്ചെടുത്ത് വാടാ അവളെ. മാറടാ. ஏண்டா பாக்கி എല്ലാത്തിനും ഞാൻ കൊന്നോടെ. വിടാൻ ഇന്ന് അവരൊന്നും ചെയ്യില്ല. ജോർജ്, അവരും നമ്മളെ കൊന്നോളെ. ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മ ഊരാചാരങ്ങളെ അപമാനിച്ച് നമ്മ ഊരിക്ക് കളങ്കം വരുത്തിയ இந்த നീലിയെ കൊണ്ടുപോയി ചെന്നായിക്കുള്ളിലെറി. എടേ ശരി, നിങ്ങൾ വയ്ക്കുള്ളൂ. ശരി സാർ. അയ്യോ സാറേ, നീലി അവർ ശേഖരന് കൈമാറി.
വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീലു എന്ന പെൺകുട്ടിയുടെ ഓർമ്മകൾ ഇന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം ഇത്തരമൊരു സംഭവം ഇനി ഒരിക്കലും ഈ കാട്ടിൽ ഉണ്ടാകരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇല്ല ഇല്ല, ഒരിക്കലും അവരുടെ നിയമത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ചരിത്രം ഉണ്ടായിട്ടില്ല. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു അബദ്ധം ഇനി ആർക്കും പറ്റാൻ പാടില്ല. നീ എനിക്കൊരു മകനെ പോലെയാണ്. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കൂ. സാർ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് സാർ പറയുന്നത്? മറക്കൂ, എല്ലാം മറക്കൂ. ഒരിക്കലും പൊന്നിയെ ഓർക്കാൻ പോലും ശ്രമിക്കാതിരിക്കൂ. സാർ, ശരിയാണ്, എനിക്കൊന്നും സംഭവിക്കില്ല, അതുപോലെ നിനക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷെ പൊന്നി, അവളെ മറ്റൊരു നീലിയാക്കരുത്. അവളെ കാണാതെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല സാർ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ചെന്നായി കുഴി പോകൂ, നാട്ടിലേക്ക് തിരിച്ചു പോകും. ആ പെൺകുട്ടിയുടെ ജീവനെങ്കിലും സുരക്ഷിതമായിരിക്കട്ടെ. പൊന്നി, ഞാനിവിടുന്ന് പോവുകയാണ്. നിന്നെ സ്നേഹിച്ച് വഞ്ചിക്കുകയല്ല. നീ നന്നായിരിക്കുമെന്നാണ് എന്റെ ആഗ്രഹം. നമ്മുടെ ഈ ബന്ധം നിന്റെ ഊരിലറിഞ്ഞാൽ അവർ നിന്നെ കൊന്നുകളയും. വേണ്ട പൊന്നി, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. நீங்க ஊரை விட்டு போயா நான் ஜீவனோட இருக்குമെന്ന് நீங்க நினைக்கிறீங்களா? പൊന്നി, போவாதீங்க. வாழ்ந்தா உங்க கூட தான் வாழ்வேன். நீங்க எവിടെ விളിച്ചാലും ഞാൻ வரேன். என்னை விட்டு போவாதீங்க. எனக்கு ഇവിടെ யாருமே இல்ல. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ചെന്നായി കുഴിയിലെ മൃഗങ്ങൾ കടിച്ചു കയറുന്നത് നമുക്ക് കാണാം. പോകും, നാട്ടിലേക്ക് തിരിച്ചു പോകും. ആ പെൺകുട്ടിയുടെ ജീവനെങ്കിലും സുരക്ഷിതമായിരിക്കട്ടെ. ഇല്ല പൊന്നി, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. எங்கே என்ன கொன்னுட்டு போங்க. പൊന്നി, வேண்டாங்க. என்ன விட்டுட்டு போயா ഞാൻ ചത്തളை.
പൊന്നി, നിന്നെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല. നമുക്ക് ഇവിടെ വിട്ട് എവിടെയെങ്കിലും പോവാം. നോ, നെവർ. നിങ്ങൾക്കതിന് കഴിയില്ല. സാർ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോളാം സാർ. സാധ്യമല്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഈ പെണ്ണിനെയും കൊണ്ട് ഈ കാടിന്റെ അതിർത്തി കിടക്കാൻ നിനക്ക് കഴിയില്ല. ഒരാഴ്ചക്കാലത്തേക്ക് നിന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ. അതിനുള്ളിൽ നിന്റെ ട്രാൻസ്ഫറും ശരിയാകും. Give me your GK. സ്വാമി, സ്വാമി, ഞങ്ങൾ കാപ്പാത്തുങ്ക. ഈ കണ്ണീരാണ് ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരുടെയും സമനില തെറ്റിച്ചിട്ടുള്ളത്. ഇനി ആ ശവമേൽക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. நீ இங்கத்தான் இருக்கும் எனக்கு தெரியும். வாடி. സാധ്യമല്ല. ജോർജ് എന്തറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്? ഈ കാട്ടിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകാൻ പാടില്ല. എല്ലാം അറിയുന്നവൻ ഞാൻ മാത്രമാണ് സാർ. കഴിഞ്ഞ 20 വർഷത്തിലുള്ള സാറിന്റെ ജീവിതം എനിക്ക് മനഃപ്പാടമാണ് സാർ. എന്നിട്ടാണോ ജോർജ് എന്നെ നിർബന്ധിക്കുന്നത്? അതെ, അന്ധമായ ദുരാചാരങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്ന 2 പിന്തിഹൃദയങ്ങളെ ബലിയർപ്പിക്കാൻ ഇനി അനുവദിക്കരുത് സാർ. ജോർജെ, ഈ കാടിന്റെ ജീവനാടിയാണ് ഇവിടുത്തെ ആദിവാസികൾ. അവർ വലിയൊരു ശക്തിയാണ്. അവർക്കെതിരായി നിന്നിട്ടുള്ളവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെ. എന്നിട്ടും ഈ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? അല്ല, അവരെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഘടകവിരുദ്ധമായി എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്ത ഒരു പെൺകുട്ടിയെ ഒരിക്കൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവനാണ് ഞാൻ. അവരുടെ ചോര ഊറ്റി കുടിച്ചിട്ടും അവരുടെ ദാഹം തീർന്നില്ല. ഈ കാടിനെതിരെ അന്ന് യുദ്ധം പ്രഖ്യാപിച്ചവനാണ് ഞാൻ. മുറിവേറ്റ ഹൃദയത്തോടെ, മറക്കാനാവാത്ത ഓർമ്മകളോടെ ജീവച്ഛവം പോലെ ഞാൻ ഇന്നും ഇവിടെ ജീവിക്കുന്നു. എനിക്ക് നേടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ജോർജെ ഞാൻ ആയുധം കീഴ്വെച്ചത്. എന്റെ നീലിക്കുണ്ടായ അനുഭവം ഇനി ഒരു പെൺകുട്ടിക്കും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് തന്നെയാണ് സാർ ഞാനും പറയുന്നത്. അന്ന് സാറിന്റെ നീലിക്ക് സംഭവിച്ചത് ഇനി ഈ കാട്ടിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല. ഇവിടെ അന്തം കുറിച്ചിട്ടുള്ള എത്രയോ പെൺകുട്ടികളുടെ ദീനരോധനങ്ങൾ അർദ്ധരാത്രി സാർ കേൾക്കാറില്ലേ? അതിൽ സാറിന്റെ നീരിയെ സാർ തിരിച്ചറിയാറില്ലേ? ഏതെങ്കിലും രാത്രിയിൽ അന്ധമായ ആചാരങ്ങൾക്ക് ഹോമിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ച് എന്നെങ്കിലും സാർ ഓർക്കാതിരുന്നിട്ടുണ്ടോ? അലഞ്ഞു നടക്കുന്ന ആ പെൺകുട്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയെങ്കിലും ഈ കുട്ടികളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ആലോചിക്കാൻ സമയമില്ല. ഇനി നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്.
ഈ കാട് മുഴുവൻ ഇളകി വന്നാലും ഞാൻ ഒറ്റയ്ക്ക് എതിർത്തോളാം. ഞാൻ മരിച്ചു വീഴുന്നതിനുള്ളിൽ ഈ കാടിന്റെ അതിർത്തി കടന്നോളാം. സാർ, ആലോചിച്ച് നിൽക്കാൻ പോലും സമയമില്ല. ഓ
രാജേഷ് ഇറങ്ങിക്കോ. വണ്ടി പോകാനായി, വേഗം ഓടി കയറിക്കോ, വേഗം. കാറ്റും മഴയും രാവും പകലും കാടിന്റെ ഗീതത്തിന്റെ താളം തെറ്റിച്ചില്ല. പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് അന്നും ഇന്നും ആ കാട്ടാറ് ചീറിപ്പാഞ്ഞു.